വിച്ചൂസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആണല്ലോ, അപ്പം എന്തെങ്കിലും മധുരമായിട്ടുള്ള പലഹാരം ഉണ്ടാക്കാമെന്ന് ഞാൻ ഓർത്ത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പം കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന് ഓർത്ത്. അതൊരു സിമ്പിൾ റെസിപ്പിയാണ്, എന്നാലും പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ആ മെത്തേഡൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ഓർത്ത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബൗൾ പച്ചരി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കപ്പ് തേങ്ങ, ഒരു കപ്പ് പഞ്ചസാര, ഒരു ചെറിയ കപ്പ് ചോറ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/4 സ്പൂൺ ഈസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പച്ചരി 2 മണിക്കൂർ നമുക്ക് കുതിർക്കാൻ വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് അരി നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് 1 കപ്പ് ചോറെടുത്ത് വെച്ചിട്ടില്ലേ, അതും 1 കപ്പ് പഞ്ചസാരയും കൂടെ, ഇത് രണ്ടും കൂടെ നല്ലപോലെ ആദ്യമേ അരച്ചെടുക്കുക. അപ്പോൾ ചോറും പഞ്ചസാരയും കൂടെ നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് അരക്കാനായിട്ട്. ഇപ്പം ഇതേ തേങ്ങ, അരി, ഉപ്പ്, ഈസ്റ്റ്, ഈ 4 കൂട്ടം ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണം നമ്മൾ ഈ ചോറും പഞ്ചസാരയും കൂടെ അരച്ചത് ശരിക്കും അങ്ങ് ഒഴിക്കണം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി നമുക്കൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഞാനെല്ലാം ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3 മണിക്കൂർ നമുക്ക് ഒരു ബൗളിലേക്ക് പകർന്ന ശേഷം അത് പുളിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് ഒരു 3 മണിക്കൂറാണ്. 3 മണിക്കൂർ കഴിഞ്ഞ് നല്ല ശരിക്ക് പുളിച്ച് വന്നിട്ടുണ്ടത്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊന്ന് കലക്കി കൊടുത്ത്, എല്ലാം മിക്സിംഗ് ആണ്. ഇനി നമുക്ക് ചുടാനായിട്ട് തുടങ്ങാം. ഞാൻ കിസ്മിസ് എടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ആ കശുവണ്ടിയും നമ്മൾ കിസ്മിസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മാവ് ഒഴിച്ചിട്ടാണ് വെക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് താന്നു പോവും. ഈ പാത്രത്തിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് നെയ്യൊന്ന് ഇതിൽ മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് കഴിഞ്ഞ് ഇളകി വരും അപ്പം. അപ്പോൾ ഇതെല്ലാം ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഈ പാത്രം ഒന്ന് അപ്പച്ചെമ്പിൽ നമുക്ക് ചൂടാക്കാൻ വെക്കാം. പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ശരിക്കും തണുത്തിട്ട് ഈ പ്ലേറ്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് പുറത്തെടുത്ത് വെക്കാം. ഇപ്പം എന്തേ അപ്പം റെഡി ആയിട്ടുണ്ട്, നല്ല തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പയ്യനെ ഇവിടെ ഒന്ന് അനക്കി കൊടുത്താൽ മതി. പയ്യനെ തന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്. കിണ്ണത്തപ്പമൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ്. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് സൺഡേ ആണ്. പിന്നൊരു പ്രത്യേകതയുടെ ഉണ്ട്, ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ ഞാൻ ആദ്യം അച്ഛന് ഹാപ്പി ഫാദേഴ്സ് ഡേ അച്ഛ ആശംസ പറഞ്ഞ്, പിന്നെ എല്ലാവരുടെയും അച്ഛന്മാർക്ക് ഞാൻ ഫാദേഴ്സ് ഡേ ആശംസിക്കുന്നു. ഇനി നമുക്ക് കട്ട് ചെയ്യാം.